ഇപ്പോൾ ലൈവിൽ ബോൾ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ മോളിൽ നിന്ന് ബോൾ എറിയും, അതെല്ലാവരും കൂടി പിടിക്കും. ഈ അനുമോൾ സത്യത്തിൽ എന്താണ് കാണിക്കണതെന്ന് എനിക്ക് തോന്നിപ്പോയിട്ട് ഞാൻ ലൈവ് ഇരുന്ന് കണ്ടപ്പോൾ അനുമോൾക്ക് ഈ ടാസ്കിനൊന്നും ഒരു വിലയില്ല. മോഹൻലാൽ വരുമ്പോൾ നല്ല പേടിച്ചെലിയെ പോലെ വിറച്ച് നിൽക്കും. മോഹൻലാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരിയുടെ വിളയാട്ടാണ് അവിടെ. ആരെയും പേടിയില്ല, എല്ലാവരും ഭരിക്കുക, നിലയ്ക്ക് നിർത്തുക. സംഭവം അത് കാണാനും പുള്ളിക്കാരുടെ ആറ്റിറ്റ്യൂഡ് കാണാനും ഒക്കെ രസമുണ്ട്. അതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുത്തുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ടും ചെയ്യണത്. പക്ഷേ ഈ ബോൾ ടാസ്കിൽ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ശരിക്കും നമുക്ക് ബോൾ പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ അനുമോൾ ഈ സാരി അത് വൺ സൈഡൊക്കെ ഇട്ടിട്ട് ഈ സാരി കിടന്ന് ഇഴയുകയാണ് കിടന്നിട്ട്. എനിക്ക് തോന്നുന്നില്ല അനുമോൾക്ക് കറക്റ്റ് ബോൾ പിടിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന്. അവിടുന്ന് വീണ് കിടക്കുന്ന ബോൾ ഓടിപ്പോയി എടുത്തു കൊണ്ടുവരിക എന്നുള്ളത് അനുമോൾക്ക് കറക്റ്റായിട്ടൊരു ബോളും കിട്ടിയിട്ടില്ല. എന്നാലും ഒരുവിധമൊക്കെ ഒപ്പിച്ച് ഏറ്റവും ലാസ്റ്റൊന്നും ആയിട്ടില്ല. എന്നാലും ഒരു സെക്കൻഡ് തേർഡൊക്കെ ആയിട്ട് അനുമോൾ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് ബോൾ കിട്ടുന്ന ആൾ ഇത് റദ്ദാക്കണ കാരണം ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഒരു ഗെയിം മാത്രമാണ് ശരിക്കും നടന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആര്യൻ എല്ലാ ബോളും പിടിക്കുക. ശരിക്കും പിടിക്കുന്നത് ആര്യൻ, അനീഷ് നന്നായി പിടിക്കുന്നുണ്ട്, ഷാനവാസ് പിടിക്കുന്നുണ്ട്, പിന്നെ അക്ബർ. ഷാനവാസിന് അത്ര ഇല്ലെങ്കിലും അക്ബറും സൂപ്പറായിട്ട് പിടിക്കുന്നുണ്ട്. ഇതിൽ അക്ബറും ആര്യനും അനീഷുമാണ് ഇങ്ങനെ ഒപ്പം നിൽക്കുന്നത്. അവർക്ക് ശരിക്കും പിടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ അനുമോൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ആര്യൻ നിൽക്കണതിൻ്റെ അവിടെ നിൽക്കണ ആർക്കും ഒന്നും കിട്ടില്ല. കാര്യം ആര്യൻ ഒറ്റ കൈ കൊണ്ടൊക്കെയാണ് എടുത്ത് പിടിക്കുക. ആര്യൻ എന്താ സ്പോർട്സ്മാൻ ആണല്ലോ, അപ്പോൾ ആ പുള്ളിക്കാരന് ആ ഒരു കഴിവുണ്ട്. അപ്പം സത്യം പറയട്ടെ, ആര്യനും അനുമോളും നിൽക്കുമ്പോൾ ആ പരിസരത്ത് വേറെ ആരുമില്ല. അനുമോൾ ആര്യനെ ഉന്തുന്നുണ്ട് ബാക്കിൽ നിന്ന്. ആര്യൻ ഞെട്ടി നോക്കുന്നുമുണ്ട്. കാരണം ഗെയിമിൻ്റെ ഇടയിൽ അറിയാതെ തട്ടണതും വേണച്ച് തട്ടണതും തള്ളണതും നന്നായിട്ട് അറിയാമല്ലോ. ആര്യൻ അത് വന്ന് പറയുന്നുണ്ട് അനുമോൾ എന്നെ തള്ളി, ബാക്കിൽ നിന്ന് തള്ളി എന്നൊക്കെ. അനുമോൾക്ക് ദേഷ്യം വന്നിട്ട് തന്നെയാണ് തള്ളണത്. കാരണം ഒരു ബോൾ പോലും അനുമോൾക്ക് കിട്ടുന്നില്ല. എല്ലാം ആര്യനും ഇവരൊക്കെ പിടിക്കുന്നതിൻ്റെ ദേഷ്യത്തിൽ. എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഞാൻ വേണച്ച് തള്ളിയതല്ല എന്ന്. പക്ഷെ അത് വേണച്ച് തള്ളിയതാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വേണച്ച് തള്ളിയത്, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോകാം എന്ന് പറയുന്നുണ്ട് ആര്യൻ. നീ പുറത്ത് പോകുന്ന ലാലേട്ടനോട് പറയാം, ലാലേട്ടൻ വന്നിട്ട് നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് അനുമോൾ അത് വെല്ലുവിളിക്കുന്നുണ്ട്. പിന്നെ അതവിടെ ടോപ്പിക്ക് തീർന്നു. പക്ഷേ സത്യം പറയട്ടെ, അനുമോളിനെ പല സമയത്ത് വെറുത്ത് പൂട്ടെ. പിന്നെ ഇപ്പോൾ പുതിയ പ്രമോ വന്നപ്പോൾ കണ്ടില്ലേ, നെവിൻ്റെ അമ്മൂമ്മയ്ക്ക് വിളിക്കണതും അതൊക്കെ. സത്യം പറഞ്ഞാൽ അനുമോളിൽ ഈ PR കൊടുത്തത് കൊണ്ടാണ് ഇത്രയും ടാസ്കൊക്കെ സിമ്പിളായിട്ട് എടുത്ത് വലിയ കാര്യമായിട്ട് കളിക്കാത്തത്. അതിപ്പോൾ വയ്യാഞ്ഞിട്ടാണോന്നും നമുക്കറിയില്ല കേട്ടോ. അനുമോളൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിലില്ലോ, എവിക്ഷനിൽ ഈ വീക്കിലല്ലോ, അതുകൊണ്ടായിരിക്കാം അല്ലേ.